ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജാനുവരി 31 ജയ് 2024 ജാനുവരി 31 മോർണിംഗ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ഓവറോൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിനെ പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ പ്രകാരം ഓക്കെ ഹലോ ഫസ്റ്റ്ലി ഓർഗാനിക് കെമിസ്ട്രിന്ന് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഷിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവാണ്. ദെൻ പി ബ്ലോക്ക് എന്ന് ചോദിച്ച് ഇക്വിലിബ്രിയം ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബേസിക് കോൺസെപ്റ്റ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്, കൈനറ്റിക്സ്, ഇക്വിലിബ്രിയം മീൻസ് ഫിസിക്കൽ കെമിസ്ട്രിയും ദെൻ ഇൻഓർഗാനിക്കും ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഓർഗാനിക് കെമിസ്ട്രീൻ്റെ നമ്പർ കുറവാണ്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയേക്കാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ഔട്ട് ഫൈനൽ പ്രോഡക്റ്റ് സി എന്നാണ്. ഓക്കെ, ബ്രോമോ പ്രൊപ്പൈൻ ആണ് തന്നല്ലേ, 1 ബ്രോമോ പ്രൊപ്പൈൻ. അതിന് ആൽക്കഹോളിക് KOH ആണ് ആഡ് ചെയ്തത്. ആൽക്കഹോളിക് KOH ആഡ് ചെയ്താൽ എന്താ സംഭവിക്കാടാ? ബീറ്റ എലിമിനേഷൻ ആണ്, ആൽഫ ബീറ്റ. ആൽഫ എന്നൊരു ഹൈഡ്രജനും ആൽഫ എന്ന് ബ്രോമിനും ബീറ്റ എന്ന് ഹൈഡ്രജനും ടു ഗെറ്റ് ആൽക്കീൻ ആണ് കിട്ടുന്നത്. അപ്പോൾ എ എന്തായിരിക്കും? എ ഈക്വൽ ടു CH3CH ഡബിൾ ബോണ്ട് CH2. ദിസ് ഇസ് എ. അതിലേക്ക് HBr ആഡ് ചെയ്തു. HBr ആഡ് ചെയ്ത് അക്കോർഡിംഗ് ടു മാർക്കോണിക്കോവ്സ് റൂൾ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി ആഡിംഗ് മോളിക്യൂൾ ഗെറ്റ്സ് ബോണ്ടഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രോജൻ. HBr ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നടാ? HBr ആഡ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ്, സോ ബ്രോമിൻ കയറി CH സിംഗിൾ ബോണ്ട് CH2. ദാ ഇവിടെ ബ്രോമിൻ കയറുന്നു, സോ ഹിയർ H കയറുന്നു. ഫോളോഡ് ബൈ അടുത്ത സ്റ്റെപ്പിൽ എന്താ? അക്വസ് KOH ആണ്, ഹൈഡ്രോലൈസിസ് ആണ്. സോ നെക്സ്റ്റ് ടൈം ഈ OH മാറിയിട്ട് അവിടെ ആര് കയറും? ഈ ബ്രോമിൻ കയറിയിട്ട് അവിടെ ആര് കയറും? OH കയറും. സോ ആൻസർ ഈസ് പ്രൊപ്പാൻ ടു ഓൾ. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. Number 1, which of the following option contain amphoteric oxides? Amphoteric oxides നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് അലൂമിനിയം, സിങ്ക്, ടിന്ന്, ബെറിലിയം. ഇവരുടെ ഓക്സൈഡ് ഓൾവേസ് ആംഫോട്ടറിക് ആണ്. ഓക്കെ, ആംഫോട്ടറിക് ഓക്സൈഡുകൾ മാത്രമുള്ള ഓപ്ഷൻ ഏതാണ്? പിന്നെ നമുക്കറിയാം ലെഡിന്റെ ഓക്സൈഡും ആംഫോട്ടറിക് ആണ്. ഇവര് ആംഫോട്ടറിക് മെറ്റൽസ് ആണ് ഈ 4 അതുകൊണ്ട് അവരെ ഓക്സൈഡ് ഓൾവേസ് ആംഫോട്ടറിക് ആണ്. പിന്നെ ടിൻ ഓക്സൈഡും ലെഡ് ഓക്സൈഡും ആംഫോട്ടറിക് ആണ്. ഗ്രൂപ്പ് 14 ഓക്സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ സിലിക്കൺ ഡൈ ഓക്സൈഡ്, ജെർമേനിയം ഡൈ ഓക്സൈഡ് അസിഡിക്കും, ബാക്കി 2 പേരും ആംഫോട്ടറിക്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ് ആൻസർ. റൈറ്റ്. The next one, this question from equilibrium. Consider the following reaction, the expression of Kc. ഡയറക്റ്റ് ചെയ്താനേ ഉള്ളൂ, ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ. കേസിന്റെ എക്സ്പ്രഷൻ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. Fe3+ SCN. അക്വസ് ആണെങ്കിൽ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യണ്ടേ? ഓക്കെ, സോ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ 2യുടെ പ്രശ്നം എന്താ? അവിടെ 3+ ഒരു സ്ക്വയർ കൊടുത്തു. Fe3+ ഉള്ളൂ, സ്ക്വയറിന്റെ ആവശ്യം ഇല്ല. റൈറ്റ്. ദ നെക്സ്റ്റ് വൺ, ഓൺ വിച്ച് ഫാക്ടർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലിറ്റിക് സെൽ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ്. ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ആണ്, അറിയാലോ. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് മാറിക്കൊണ്ടിരിക്കും. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡഡ് സ്ട്രോങ്. ദെൻ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആകാം, വീക്ക് ആകാം, ടെമ്പറേച്ചർ മാറും. ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് വേരിയേഷൻ ഉണ്ട്. ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. നേച്ചർ ഓഫ് ഇലക്ട്രോഡ് ഇൻഡിപെൻഡൻ്റ് ആട്ടോ. സോ നേച്ചർ ഓഫ് ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഓപ്ഷൻ 4 ഈസ്
correct answer. Okay, next one. Electron decreasing order of electron gain enthalpy of following elements. മസ്റ്റായിട്ട് പഠിക്കാൻ പറഞ്ഞ സാധനമാണ്. നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് 16 നമ്മളെപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ 2 ഗ്രൂപ്പ്സിലാണ് എക്സെപ്ഷൻസ് പറയാറുള്ളത്. ഏതൊക്കെ ഗ്രൂപ്പാണ്? ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് 17. റൈറ്റ്. ഏറ്റവും കൂടുതൽ ആരായിരിക്കൂടാ? സൾഫർ. അറിയാലോ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം കഴിഞ്ഞിട്ട് ഓക്സിജൻ. ഇതാണ് ഓക്സിജൻ കിടക്കുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട്? സൾഫർ, ബ്രോമിൻ, ഫ്ലൂറിൻ, ആർഗൺ. ഇത് ഗ്രൂപ്പ് 16 ഓർഡർ. ഇനി ഗ്രൂപ്പ് 17 വന്നാൽ, ഓക്കെ, ഗ്രൂപ്പ് 17 വന്നാൽ ഹാലോജൻസ് ഉണ്ട്. പറയണത് ക്ലിയർ ആയിട്ട് കേൾക്കുക. ഹാലജൻസിന്റെ ഓർഡർ ക്ലോറിൻ, ദെൻ ഫ്ലൂറിൻ, ദെൻ ബ്രോമിൻ, അയഡിൻ. ദെൻ ഗ്രൂപ്പ് 17 ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി is greater than group 16. Why? Because after gaining of one electron to get stable noble gas configuration, അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്ക് വരണം? ഫ്ലൂറിൻ വരണം 1. ഫ്ലൂറിൻ കഴിഞ്ഞാൽ ബ്രോമിൻ വരണം 2. ബ്രോമിൻ കഴിഞ്ഞാൽ സൾഫർ വരണം 3. ആർഗൺ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവാ. ആർഗണിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവാ. നോബിൾ ഗ്യാസിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. റൈറ്റ്. നെക്സ്റ്റ്, സ്പീഷീസ് ഹാവിംഗ് കാർബൺ വിത്ത് സെക്ടെക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഒക്ടെറ്റ് അറിയാലോ. ഒക്ടെറ്റുള്ള ഇന്റർമീഡിയറ്റ് ഏതാ? ഒക്ടെറ്റുള്ള ഇന്റർമീഡിയറ്റ് കാർബാനയോൺസ്. നോക്ക്, കാർബാനയോൺസിൽ എപ്പോഴും ഇതാണ് ഒക്ടെറ്റ് ഉണ്ട്. ഫ്രീ റാഡിക്കിൾ ആണെങ്കിലോ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. ഇനി 6, ഇതിന് 8 ഉണ്ട് കേട്ടോ, ഇതിന് 7 ഉണ്ട്. ഇനി 6 ഇലക്ട്രോൺ ഉള്ളത് ആരായിരിക്കോടാ? ദാറ്റ് ഈസ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ 6 ഇലക്ട്രോൺ അല്ലേ? ട്രയഗണൽ പ്ലനാർ സ്ട്രക്ചർ അല്ലേ? കാർബാനയോണോ 8 ഇലക്ട്രോൺസ് ഉണ്ട്, ട്രയഗണൽ പിരമിഡൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ കോമ്പൗണ്ട് വിച്ച് ഈസ് വൈറ്റ് ഇൻ കളർ ഈസ്. വൈറ്റ് കളർ കോമ്പൗണ്ട് ആരാണ്? ക്വസ്റ്റ്യൻസ് സിമ്പിൾ. വൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ കളർലെസ് എന്നാണ്. കളർലെസ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒന്നുകിൽ D10 കോൺഫിഗറേഷൻ അല്ലെങ്കിൽ D0 കോൺഫിഗറേഷൻസ്. സോ നമ്പർ 1 Zn ആണ്. ഇവിടെ Zn2+, Zn2+ 3D10. സോ ദിസ് ഇസ് കാൾഡ് വൈറ്റ് വിട്രിയോൾ. ZnSO4 വിളിക്കുന്ന പേര് വൈറ്റ് വിട്രിയോൾ എന്ന. കറക്റ്റ് ആൻസർ. റിമെയിൻസ് കോപ്പർ സൾഫേറ്റിൽ കോപ്പർ Cu2+, 3D9, ബ്ലൂ കളറാ. FeSO4ൽ Fe+2 കളറാണ്. FeCl3ൽ Fe+3 കളേർഡ് ആണ്. വൈറ്റ് കളർ മീൻസ് കളർലെസ്. കളർലെസ് ആവണമെങ്കിൽ ഒന്നുകിൽ D0 വരണം അല്ലെങ്കിൽ D10 വരണം. സോ ഹിയർ ആൻസർ ഈസ് ZnSO4. ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഗേഷ്യസ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ NCERTയിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാ. NCERTയിൽ A gives B plus C ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഡെറിവേഷൻ ചെയ്ത് സമയം കളയുന്നില്ല. ടേക്ക് യുവർ NCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ദിസ് പേജ്. ഫസ്റ്റ് ഓർഡർ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇൻ ഗേഷ്യസ് റിയാക്ഷനിൽ കറക്റ്റ്ലി. സോ ഓപ്ഷൻ 1 ആണ്. 2.303 ഡിവൈഡഡ് ബൈ 2.303/T log Pi/2Pi minus Pt. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഈസ് ഡയറക്ട്ലി ഫ്രം NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ്, pKa വാല്യൂ ഓഫ് ഫിനോൾ ഈസ് 10. ക്ലിയർ കേൾക്കണേ. pKa വാല്യൂ ഓഫ് ഫിനോൾ ഈസ് 10. ഓക്കെ, നോ പ്രോബ്ലം. ഫിനോളിന്റെ pKa വാല്യൂ 10 ആണ്. വൈൽ ദാറ്റ് ഓഫ് എത്തനോൾ ഈസ് 15.9. ഓക്കെ, നോ പ്രോബ്ലം. സോ pKa വാല്യൂയും അസിഡിക് സ്ട്രെങ്ത്തും എങ്ങനെയാടാ റിലേഷൻ? pKa ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിക് സ്ട്രെങ്ത് എന്നാണ്. pKa കൂടുമ്പോൾ അസിഡിക് സ്ട്രെങ്ത് കുറയും.
ആ pK ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിക് സ്ട്രെങ്ത്. എത്തനോൾ ഈസ് സ്ട്രോങ്ങർ ആസിഡ് ദാൻ ഫിനോൾ. തെറ്റല്ലേ എടാ? ഒന്നാമത്തത് കറക്റ്റാ, കാരണം ഫിനോൾ ആണ് സ്ട്രോങ് ആസിഡ്, അതിന്റെ pKa വാല്യൂ 10 ആണ്. എത്തനോൾ വീക്ക് ആസിഡ് ആണ്, pKa വാല്യൂ 15.5 ആണ്. ദാറ്റ് മീൻസ് ഫിനോൾ ഈസ് സ്ട്രോങ്ങർ ആസിഡ് എന്നാണ് വരേണ്ടത്. സോ ഫസ്റ്റ് വൺ ഏത് ഓപ്ഷൻ എടുക്കണം നമുക്ക്? അസേർഷൻ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ് ആൻസർ. Assertion correct, but reason is incorrect. Right. Next one. Which of the following solution shows positive deviation from Raoult's law? Positive deviation from Raoult's law കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്താകണം? വീക്കർ ആകണം. 1-2 interaction is weaker than 1-1 and 2-2. 1-1 2-2 ഇന്ററാക്ഷനേക്കാളും വീക്കർ ആവണം 1-2 interaction. അങ്ങനെയാണെങ്കിൽ that solution shows positive deviation from Raoult's law. എങ്കിലാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവർ മുകളിലോട്ട് പോവുള്ളൂ. സോ ക്ലോറോഫോം ബെൻസീൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. 2 അസറ്റോൺ പ്ലസ് CS2. നോക്കൂ ഓപ്ഷൻ 3 നോക്കി, 3ഉം 4ഉം നോക്കൂ കേട്ടോ. 3ൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ക്ലോറോഫോമും അസറ്റോണും തമ്മിൽ. 4ൽ അസറ്റോണും അനിലീനും തമ്മിലും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. സോ ഈ രണ്ട് ഓപ്ഷനും കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷനാണ്. ദാറ്റ് മീൻസ് ഇവിടെ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആണ്. ദെൻ ഓപ്ഷൻ 2 നോക്കിയേ, അസറ്റോണും അസറ്റോണും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഡൈപോൾ ഇന്ററാക്ഷനാണ്. CS2ഉം CS2ഉം തമ്മിലുള്ള ഇന്ററാക്ഷനോ ഈ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ്. സോ CS2 ഫോഴ്സ് ഡിസ്പേർഷൻ. അതുകൊണ്ട് അസറ്റോണും CS2 തമ്മിൽ ഉണ്ടാക്കിയതാ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. ദാറ്റ് ഇന്ററാക്ഷൻ ഇസ് വീക്കർ ദാൻ അസറ്റോണും തമ്മിലുള്ള ഇന്ററാക്ഷനേക്കാളും വീക്കറാണ് അസറ്റോണും CS2ഉം തമ്മിലുള്ള ഇന്ററാക്ഷൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ 2 shows negative deviation. Option 2 is correct answer. Set. Okay. Next question. Assertion. Noble gases have a very high boiling point. So മക്കളെ ബോയിലിംഗ് പോയിന്റ് എന്നത് എന്തിനെയാ ഡിപ്പെൻഡ് ചെയ്യുക? ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആയിട്ട് പി ബ്ലോക്കിൽ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് മോളിക്യൂൾ. മോളിക്യൂളിന്റെ സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. നോബിൾ ഗ്യാസ് മോണോ അറ്റോമിക്ക സ്മോൾ സൈസ് ആണ്. അതുകൊണ്ട് നോബിൾ ഗ്യാസിന് പ്രശ്നങ്ങളുണ്ട്. നോൺ പോളാർ ആണ്. അതിൽ നിന്ന് സൈസിന് മുമ്പ് ഞാൻ കാര്യം പറയണല്ലേ, ആദ്യം പോളാർ ആണോ നോൺ പോളാർ ആണോ നോക്കണം. പോളാർ ആണെങ്കിൽ അവരുണ്ടാക്കുന്ന ബോണ്ട് ഡൈപോൾ ഇന്ററാക്ഷൻ. നോൺ പോളാർ ആണെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് അവർക്കിടയിൽ ഉണ്ടാവുക. നോബിൾ ഗ്യാസ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ്, വീക്ക് ഡിസ്പേർഷൻ ഫോഴ്സ് ആണ് നോബിൾ ഗ്യാസുകളെ തമ്മിൽ കണക്ട് ചെയ്ത ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ നോബിൾ ഗ്യാസിലെ രണ്ട് നോബിൾ ഗ്യാസുകൾക്കിടയിലുള്ള ഇന്ററാക്ഷൻ ഈസ് ഏത് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞത്? ദിസ് ഇന്ററാക്ഷൻ ഈസ് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ്. ഈ ഇന്ററാക്ഷൻ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ലോ ബോയിലിംഗ് പോയിന്റ്, ഈ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയതുകൊണ്ട് അവരെ ബോയിലിംഗ് പോയിന്റ് ലോ ബോയിലിംഗ് പോയിന്റ് ആണ്. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. സോ ക്ലിയർ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണോ? ഹൈ ബോയിലിംഗ് പോയിന്റ് അല്ല, ലോ ബോയിലിംഗ് പോയിന്റ് ആ. റീസൺ ഓക്കെ അല്ലേ? എന്താ റീസൺസ് പറയണേ? അതിലുള്ള ഇന്ററാക്ഷൻസ് വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആയതുകൊണ്ട്. സെക്കൻഡ്, നോബിൾ ഗ്യാസസ് ആർ സ്ട്രോങ് ഡിസ്പേർഷൻ ഫോഴ്സ്. സ്ട്രോങ് അല്ല, ഡിസ്പേർഷൻ ഫോഴ്സ് എപ്പോഴും ഇന്ററാക്ഷനിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ഇന്ററാക്ഷൻ ആണ് ഡിസ്പേർഷൻ ഫോഴ്സ്. സോ അസേർഷനും റീസണും ഫാൾസ്. ഓപ്ഷൻ 3 അസേർഷനും ഫാൾസ് ആണ്, റീസണും ഫാൾസ് ആണ്. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. നെക്സ്റ്റ്, ദ IUPAC നെയിം ഓഫ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം നമുക്ക് വേണം. IUPAC നെയിമിലേക്ക് ഞാൻ വരാം.
ഓക്കെ 5 തന്നിട്ടുണ്ടല്ലേ 5 7 ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2ONe 1 2 3 4 5 6 7 ഇപ്പൊ 7 ഹൈഡ്രോക്സി കറക്റ്റാ ഹെപ്റ്റാൻ 2ONe IUPAC name is correct. In IUPAC name OH is taken as main functional group. No. മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ കഴിഞ്ഞിട്ടേ ആൽക്കഹോൾ എഴുതാൻ പാടുള്ളൂ. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ഓർഡർ എടുക്കുമ്പോൾ കീറ്റോണിന്റെ ബാക്കിലാണ് OH NH2 ഒക്കെ കീറ്റോണിന്റെ ബാക്കിലാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് റോങ്. 1 കറക്റ്റ് but 2 is wrong. So which option? Option 3. Okay. So next one, adsorption principle is used in. Adsorption principle ഇവിടെ യൂസ് ചെയ്യുന്നത് adsorption principle യൂസ് ചെയ്യുന്നത് രണ്ട് ക്രൊമാറ്റോഗ്രഫിയിൽ. ഏതൊക്കെ ക്രൊമാറ്റോഗ്രഫി? ഒന്ന് കോളം ക്രൊമാറ്റോഗ്രഫി, പിന്നെ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി, കോളം ക്രൊമാറ്റോഗ്രഫി. അതേപോലെ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ പാർട്ടീഷൻ ആണ്, അഡ്സോർപ്ഷൻ അല്ല. പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ പാർട്ടീഷൻ, കോളം ക്രൊമാറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻസ്. സോ ക്രൊമാറ്റോഗ്രഫിയിലാണ് അഡ്സോർപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഫോളോയിങ് compounds have sp3 hybridized central atom? sp3 ആണ്. sp3 ആണെങ്കിൽ ശ്രദ്ധിക്കണം, H2O കറക്റ്റാ. sp3 H2Oയിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും sp3. NH3 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും sp3. SiO2 ഇത് പി ബ്ലോക്കിൽ നമ്മൾ പണ്ട് പഠിച്ച സാധനം. SiO2 എന്നത് ഒരു മോളിക്യൂൾ അല്ല, ശ്രദ്ധിച്ചോ, തെറ്റിക്കും. SiO2 ഈസ് നോട്ട് എ ലൈക്ക് CO2. CO2വിനെ പോലെ ഒരു മോളിക്യൂൾ അല്ല SiO2. SiO2 ഒരു കൊവാലന്റ് സോളിഡ് ആണ്. ഈ കൊവാലന്റ് സോളിഡിൽ സിലിക്കണും ഓക്സിജനും തമ്മിൽ ടെട്രാഹെഡ്രലി കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് SiO2ലെ ഒരു സിലിക്കണിനെ സറൗണ്ട് ചെയ്ത് എത്ര ബോണ്ട് ഉണ്ട്? ഒരു സിലിക്കണിനെ സറൗണ്ട് ചെയ്ത് 4 സിഗ്മ ബോണ്ട് ഉണ്ട്. സോ sp3 ആണ്. SO2 AB2L ആണ്, അത് sp2 ആണ്. CO ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. BF3 AB3 ആണ്. AB3 ആണെങ്കിൽ ദാറ്റ് ഈസ് sp2 ആണ്. അപ്പൊ എത്ര sp3 കാരുണ്ട് എന്ന് ചോദിച്ചാൽ സിംപ്ലി ആദ്യത്തെ 3 പേര് sp3 കാരാണ്. സോ 3 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദ കോംപ്ലക്സ് അയോണീസ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാണണം. NiNH3 6 2+. ഡിയേഴ്സ്, ഇവിടെ നിക്കലിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാടാ? Ni2+. Ni2+ എന്ന് പറഞ്ഞാൽ 3D8. ഇനി എങ്ങനെ വന്നാലും അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. 3D8 ഒറ്റ രൂപത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റൂ. 3D8ന് പെയറിങ് നടന്നുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. അപ്പൊ 3D8 എങ്ങനെ എഴുതാടാ? 3D8 1 2 3 4 5 6 7 8 where unpaired electron equal to 2. So magnetic moment equal to root of n into n plus 2, that is root 8, that is 2.8. Root 8, that is 2.8. So answer is x is equal to 28. അപ്പോൾ S 28 ആട്ടോ. സോ ആൻസർ 2.8 കിട്ടും, where x is equal to 28. Clear? The next one. 1 Faraday of electricity is used discharging Cu2+. Then mass of copper deposited. 1 Faraday അല്ലേ, Cu2+ അല്ലേ. Cu2+ന് 2 Faraday കൊടുത്താൽ 1 mole Cu കിട്ടും. കാരണം ഒരു Cu2+ലേക്ക് 2 ഇലക്ട്രോൺ കൊടുത്താൽ ഒരു Cu കിട്ടും.
അപ്പോൾ 1 മോൾ സി യു കിട്ടാനോ, 1 സി യു കിട്ടാൻ 2 ഇലക്ട്രോൺ, 1 മോൾ സി യു കിട്ടാൻ 2 ഫാരഡെ. ഈ 2 ഫാരഡെ കൊടുത്താൽ വെയിറ്റ്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് എത്രയാടാ? ദാറ്റ് ഈസ് അറൌണ്ട് 63.5 gram. ദാറ്റ് ഈസ് ദ വെയിറ്റ് ഓഫ് കോപ്പർ. 1 ഫാരഡെ കൊടുത്താലോ 63.5 by 2, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 32 gram. ഇൻഡിജർ ആക്കി എഴുതണ്ടേ? സോ 32 gram ഈസ് കറക്റ്റ്. 1 ഫാരഡെ പാസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വെയിറ്റ് 32 gram. 2 ഫാരഡെ ആണെങ്കിൽ അറിയാലോ, ആ 2 ഫാരഡയുടെ പകുതി, ദാറ്റ് ഈസ് 1 ഫാരഡെ. നെക്സ്റ്റ് വൺ, ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് ആൽക്കെയിൻ. ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് ആൽക്കെയിൻ ഫോംഡ് വെൻ ദ ഫോളോയിങ് മിക്സ്ചർ ഈസ് ഇലക്ട്രോലൈസിസ്. ഈ തന്നിട്ടുള്ള മിക്സ്ചറുകളെ ഇലക്ട്രോലൈസിസ് ചെയ്താൽ കിട്ടാവുന്ന ആൽക്കെയിൻസിന്റെ എണ്ണം. റെഡി? അപ്പൊ ഇയാളെ നോക്കാം. ഫസ്റ്റ് ഇതാണ് CH3COON. ഇയാളെ ഇലക്ട്രോലൈസിസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സോ നമുക്കറിയാം കോബ് ഇലക്ട്രോലൈസിസ്, RCOON ഇലക്ട്രോലൈസിസ് ചെയ്താൽ RR കിട്ടുക. അപ്പൊ ഈ CH3 ഇലക്ട്രോലൈസിസ് ചെയ്താൽ എന്താ കിട്ടുക? CH3 ഒന്ന്. ഓക്കെ, പിന്നീടുള്ളത് നമ്മളത് കയ്യിൽ ആരാടാ? C2H5COON ആണ്. C2H5COON നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ആള് ഇയാളെ RR ആണെങ്കിൽ എന്താ കിട്ടുന്നടോ? C2H5. ഇത് ഒരേ സാൾട്ടാണ് ഞാൻ എടുത്തത്. ആദ്യം ഞാൻ എടുത്തത് സോഡിയം സാൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് എടുത്താൽ എനിക്ക് കിട്ടുക ഈറ്റെയിൻ ആണ്. ഇനി സോഡിയം സാൾട്ട് ഓഫ് പ്രപ്പനോയിക് ആസിഡ് എടുത്താൽ എനിക്ക് കിട്ടുക ബ്യൂട്ടെയിൻ ആണ്. ഇനി ഞാൻ എന്തെടുത്തു? സോഡിയം സാൾട്ട് ഓഫ് പ്രപ്പനോയിക് ആസിഡും സോഡിയം സാൾട്ട് ഓഫ് എത്തനോയിക് ആസിഡ് എടുത്ത് ഇവരെ പരസ്പരം എടുത്തു. അപ്പൊ എനിക്ക് കിട്ടുന്ന RR ആരായിരിക്കും? ഒരാറ് എത്തനോയിക് ആസിഡ് എന്നും ഒരാറ് പ്രപ്പനോയിക് ആസിഡ് എന്നും. ദാറ്റ് ഈസ് C2H5CH3. ഇങ്ങനെ 3 കോമ്പൗണ്ടാണ് കിട്ടുന്നത്. ഒരു ആൽക്കെയിൻ, രണ്ടാമത്തെ ആൽക്കെയിൻ, മൂന്നാമത്തെ ആൽക്കെയിൻ. സോ ഹിയർ ദ ആൻസർ ഈസ് 3. ക്ലിയർ? The next one, moles of CH4 required for the formation of 22 gram carbon dioxide is. മിത്തൈൻ്റെ കമ്പഷൻ്റെ ഇക്വേഷൻ ഏതാ? CXHY plus X plus Y by 4 O2 gives XCO2 plus Y by 2 water. This is the equation of combustion. So here ഇവിടെ ആരെടുക്കുക? മീഥെയിൻ പ്ലസ് 1 പ്ലസ് 1 4/4 2 O2 gives ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2 വാട്ടർ. ഹിയർ ദ ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ ഇവിടെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? 1 മോള് മീഥെയിൻ എടുത്താൽ, നോക്കേ, 1 മോള് മീഥെയിൻ എടുത്താൽ 44 gram കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയാണ് ഇവിടെ 22 gram ആണെങ്കിൽ ഇവിടെ എത്ര വേണം? 1/ന്റെ പകുതി, ദാറ്റ് ഈസ് 0.5 മോൾ. 0.5 into 10 raised to 0.5 into 10 raised to minus 2 എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതണം? 50 into 10 raised to minus small. So the here answer is 50. ക്ലിയർ അല്ലേ? 1 മോൾ എടുത്താൽ 44 gram കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 22 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ എത്ര വേണം എന്ന ചോദ്യം. ദാറ്റ് ഈസ് സിംപ്ലി ഹാഫ് മോൾ. റൈറ്റ്. നെക്സ്റ്റ് വൺ, how many of the following compounds has sp3 hybridized? എത്ര പേര് ഇതിൽ sp3 ഹൈബ്രിഡൈസ്ഡ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻസ്. നോക്കാം. BF3 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റവും 3 ബോണ്ട് പെയറും, അപ്പൊ ടോട്ടൽ പെയർ 3, sp2. BeCl2 ഒരു സെൻട്രൽ ആറ്റവും 2 ബോണ്ട് പെയറും, sp. NH3 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും, sp3. CH4 4 ബോണ്ട് പെയർ, sp3. H2O ഒരു സെൻട്രൽ ആറ്റം 2 ബോണ്ട് പെയർ 2 ലോൺ പെയർ, ദാറ്റ് ഈസ് sp3. CO2 2 ബോണ്ട് പെയർ, ദാറ്റ് ഈസ് sp.
അപ്പോൾ എത്ര ആൾ sp3 ഉണ്ട് നോക്കിയേ 1 2 3 3 പേരാണ് sp3. സോ ഓപ്ഷൻ 3 ഈസ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 അല്ല, ആൻസർ 3. ആൻസർ ഈസ് ഈക്വൽ ടു 3. ദാറ്റ് മീൻസ് 3 പേരാണ് ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ബാറ്ററി? ബാറ്ററിയുടെ ഇലക്ട്രോഡ്സിൽ ഉപയോഗിക്കുന്നത് ഏതാണ് നോക്കാം. സിങ്ക് ഉണ്ട്, സിങ്ക് കാഡ്മിയം, സിങ്ക് മെർക്കുറി രണ്ടാമത്തെ ബാറ്ററി, ലെഡ് സ്റ്റോറേജ് സെൽ, ഗ്രാഫൈറ്റ്, ലക്ലാൻഷ്യർ സെല്ലിൽ ഗ്രാഫൈറ്റ് ഉണ്ട്. അപ്പോൾ ആരൊക്കെ യൂസ് ചെയ്യും? 4 പേരെയും ബാറ്ററികളിൽ യൂസ് ചെയ്യും. ഈ 4 എണ്ണത്തിനെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാറ്ററീസിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കേ. If the energy of radiation having wavelength, energy of radiation having wavelength തന്നു 242 നാനോമീറ്റർ is എനർജിയും തന്നു. ഫൈൻഡ് ദ നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ് ഗിവൻ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉണ്ട്. ലാംഡ തന്നിട്ട് എനർജി ചോദിച്ചു. ലാംഡ തന്ന എനർജി ചോദിച്ചാൽ ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ ഈസ് ഈക്വൽ ടു hc ബൈ ലാംഡ. എച്ചിൻ്റെ വാല്യൂ എത്രയാടാ? എച്ചിൻ്റെ വാല്യൂ 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 25. 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 25 ഡിവൈഡഡ് ബൈ ലാംഡ എത്രയാ? 242 നാനോമീറ്റർ. നാനോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി 10 റേസ് ടു മൈനസ് 9. ആ 9ഉം കൂടെ മുകൾക്ക് കയറി. അപ്പം എന്തായടാ? 2 by 242 into 10 raised to 25ഉം 9ഉം ദാറ്റ് ഈസ് മൈനസ് 16. അങ്ങനെ ഞാൻ എത്രയാക്കി? 2000 എന്നാക്കി. 2000 by 242 into 10 raised to minus 19. 2000 എത്ര? 242 ഉണ്ട് നോക്കിയേ, നിയർലി 8. നമുക്ക് ഇൻറ്റിജർ അല്ല വേണ്ടത്. That is 8. 8 into 10 raised to minus 19. 10 raised to minus 19 ഫോമിലല്ലേ ആൻസർ ചെയ്തേണ്ടത്. So here x is equal to 8. x 8 ആണ്. Okay. Next one. How many of the following statements are true? How many of the following statements are true? ഇതാണ് questions. Chromate ion is square planar. Chromate ion is square planar. Okay. Chromate ആയതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയോ? ക്രോമേറ്റ് ആണെങ്കിലും ഡൈക്രോമേറ്റ് ആണെങ്കിലും ക്രോമേറ്റ് അയോണിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ. Chromate ion is tetrahedral. Chromate ion tetrahedral ആണ്, എന്തല്ല? സ്ക്വയർ പ്ലനാർ അല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഗ്രീൻ മാംഗനേറ്റ് അയോൺ ഈസ് ഡയാമാഗ്നറ്റിക്. ഗ്രീൻ മാംഗനേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ ഏതാ? ഗ്രീൻ മാംഗനേറ്റ് അയോൺ ഈസ് MnO4 2-. MnO4 2- ഗ്രീൻ, MnO4 മൈനസ് പേർപ്പിൾ. MnO4 മൈനസ് പേർപ്പിൾ ആണ്, MnO4 മൈനസ് പർപ്പിൾ ആണ്, MnO4 2- ഗ്രീൻ ആണ്. ഈ ഗ്രീൻ കളറുള്ള ആൾക്ക് പ്രത്യേകത ഉണ്ട്. അയാൾ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്, ഇയാൾ +7 ആണ്. +7 ഉള്ള ആൾ D0 ആണ്, D0 ഉള്ള ആൾ ഡേ ആണ്, +6 ഉള്ള ആൾ D1 ആണ്, D1 ഉള്ള ആൾ പാരയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും റോങ്. വൈ? Green magnet ion is diamagnetic. Green magnet ion is paramagnetic. Clear? Third one is dichromate can be prepared by using chromate. ക്രോമൈറ്റിനെ ക്രോമേറ്റ് ആക്കി ക്രോമേറ്റ് നിന്നാണ് ഡൈക്രോമേറ്റ് ഉണ്ടാക്കുന്നത്. കേട്ടുണ്ടോ? ഡൈക്രോമേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ആരൊക്കെയാ? ഡൈക്രോമേറ്റ് ക്രോമൈറ്റ് ഓർ എടുത്ത് ക്രോമൈറ്റ് ഓറിനെ Na2CO3യിലേക്ക് ആഡ് ചെയ്ത് ക്രോമേറ്റ് ആക്കി, ആ ക്രോമേറ്റിനെ ആസിഡ് മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് ഡൈക്രോമേറ്റ് ആക്കി. സോ 3 കറക്റ്റാ. 4 ഡാർക്ക് ഗ്രീൻ KMnO4 ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻ അസിഡിക് മീഡിയം ആൻഡ് ന്യൂട്രൽ മീഡിയം.
KMnO4 ഒരു കാരണവശാലും ഡിസ്പ്രപ്പോസിനേഷൻ കാണിക്കാൻ കഴിയില്ല. വൈ? KMnO4 ഈസ് +7. They only undergo reduction. So that is oxidizing agent. അവിടെ K2MnO4 ആണെങ്കിൽ that statement is absolutely correct. So here the statement is wrong. The last one. For D block element, ionic character decreases for increasing oxidation number. So that is Fejan's rule. ഒരു അയണിക് കോമ്പൗണ്ടിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ, മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ അയോണിക് ക്യാരക്ടർ കുറയും. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പം അയോണിക് ക്യാരക്ടർ കുറയും. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ഉള്ളൂ. സോ 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നായിരുന്നു ചോദ്യം. സോ നമുക്ക് ആൻസർ പറയാം. ഔട്ട് ഓഫ് 5 സ്റ്റേറ്റ്മെന്റ് ഓൺലി 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, അതേഴ്സ് ആർ ഇൻകറക്റ്റ്. റൈറ്റ്. അപ്പം ഇത്രയാണ്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ 2024 JEE മെയിൻസ് ജാനുവരി 31 ഷിഫ്റ്റ് 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഷിഫ്റ്റ് 1 മോർണിംഗ് ഷിഫ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകും, ഈ ടോപ്പിക്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓക്കെ, താങ്ക് യു.